റിസോർട്ടുകളുടെ വഴി ആളും തിരക്കൊന്നുമില്ലാത്ത വിജനമായ റോഡേന്. അങ്ങനെ തപ്പിപ്പിടിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. ഈ റിസോർട്ടിനും ഒരു കഥ പറയാനുണ്ട്. അതായത് ഞാനും ഹർഷും നിൽക്കാൻ കഴിഞ്ഞ് 3-ാം ദിവസം ട്രിപ്പ് അടിച്ച് സ്റ്റേ ചെയ്ത റിസോർട്ടാണ് ഇത്. ഞങ്ങൾ അവിടെ എത്താനായത് ഭയങ്കര കാറ്റും. കാറ്റ് കണ്ട് ചെറുതായി ഒന്ന് പേടിച്ചീനെ. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിക്കലെ വ്യൂ. ഇതാണ് ഞങ്ങളെ റൂം. ഞങ്ങൾ 2 ഫാമിലി ഉള്ളതുകൊണ്ട് 2 റൂമും ഹോളും കിച്ചണും ഒക്കെ വരുന്ന ഒരു ചെറിയ വലിയ റൂം തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിന്. രാത്രിക്കാലത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ അവിടുന്ന് വിളിച്ച് ഓർഡർ ചെയ്തിന്. അങ്ങനെ സാധനം എത്തി. പിന്നെ അതും തിന്ന് രാവിലെ നേരത്തെ എണീക്കണം എന്നും വന്ന പോലെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റണമെന്നും രാവിലെ ആകുമ്പോൾ അന്തരീക്ഷം ഒന്ന് ശാന്തമാവണമെന്നും പ്രാർത്ഥിച്ച് കിടന്നു. രാവിലെ പിന്നെ കാക്ക വാതിലിന് മുട്ടിപ്പാണ് നീശു തന്നെ. പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങി. കാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് രാവിലത്തെ വ്യൂ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പൂളിലിറങ്ങി. കിടകിടാ വരച്ചിട്ടാണെങ്കിലും കുറച്ചു നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന്ന് കയറി കുളിച്ച് മാറ്റി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തൊട്ട് പെയ്ത മഴ നാട്ടിലെത്തോളം നിൽക്കാതെ പെയ്തുകൊണ്ടിരുന്നു. എവിടെ ഇറങ്ങാനോ ഒന്നും കാണാനോ തീരെ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറീന്. അപ്പോൾ കുറച്ച് റംബൂട്ടാൻസും വാങ്ങി വെച്ചീന്. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ചുരം ഇറങ്ങിയപ്പോൾ കുറിക്കാനുള്ളതായി. ചുരം ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല കോടിയും തിരക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്ഥലത്തേക്കൊക്കെ പോയി നോക്കിയെങ്കിലും മഴ ആയതുകൊണ്ടും ക്ലോസ് ആയതുകൊണ്ടും ഒന്നും നടന്നില്ല. പിന്നെ എന്താ ചെയ്യാനാ, നേരെ വീട്ടിൽ തന്നെ വെച്ച് പിടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.